ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈൻക്രാഫ്റ്റ്. അത് നമ്മൾ കളിക്കുന്ന കെമി എപ്പിസോഡ് 2. ഗൈസ്, അപ്പോൾ ഈ വീഡിയോ നമുക്കൊരു പെറ്റ് വേണം, പിന്നെ വേറെന്താ, നമുക്കൊരു വീട് വെക്കണം ഗൈസ്. ഇപ്പോൾ സെർവറിൽ 5 പേരെങ്ങാണ്ട് ഉണ്ട്, ഞാനല്ലാതെ. എങ്ങനെയായിരുന്നു ഇതിനകത്ത് ബ്ലോക്ക് വെക്കുന്നത്? നമുക്ക് ഇവിടെ ആയിട്ട് വെക്കാം ഗൈസ്, ഈ ഭാഗത്തായിട്ട്. നമ്മൾ എന്താന്ന് വെച്ചാൽ, ഞാൻ എല്ലാ വീഡിയോയിലും ചെയ്യുന്ന പോലെ നമ്മളാണ് ഇവിടുത്തെ രാജാവ്. ഇതാണ്. നിങ്ങളെന്റെ മോന്തയിലോട്ട് നോക്കി കണ്ടാ, രാജാവിന്റെ ലുക്കൊക്കെ ഇല്ലേ? അതാ ഞാൻ പറഞ്ഞത്, ഇന്നലത്തെ എപ്പിസോഡിൽ ഞാൻ ലൂട്ടൊന്നും പെറുക്കിയില്ലായിരുന്നു ഈ വില്ലേജിൽ. അപ്പൊ ഈ സമയം നമ്മൾ ലൂട്ടൊക്കെ അങ്ങ് എടുക്കാം. 2000 years later. ഇനി നമുക്ക് നടന്നങ്ങ് പോയി നമ്മുടെ പെട്ടിക്കകത്ത് കൊണ്ട് സാധനങ്ങൾ കൊണ്ട് വെക്കാം. നമുക്കൊരു ബക്കറ്റ് വേണം. എന്നിട്ട് നമുക്ക് അവിടെ ഒരു കേവിനകത്ത് പോയി ഒന്ന് ഇറങ്ങണം. ഞാൻ പിന്നെ ഒരു കേവിൽ കയറിയിട്ട് ഇവിടെയുള്ള ഏതോ ഒരു കേവിനകത്ത് കയറി കുറച്ച് ഗോൾഡ് അടിച്ചെടുത്തായിരുന്നു. ഗോൾഡ് അല്ലെങ്കിൽ നമുക്ക് ഗോൾഡ് ഇവിടെ ചൂടാക്കാൻ വെക്കാം. ഇവിടെയുള്ള ഗോളം എന്ത് ചെയ്യുക എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഗോളത്തിനെ ഇവിടെ എല്ലാം തപ്പിയിട്ടില്ല. നേരത്തെ തന്നെ കൊല്ലണ്ടായിരുന്നു. എനിക്ക് മുമ്പ് ആരാണ്ടോ കൊന്നു. ബക്കറ്റ് കിട്ടി. ഇനി നമുക്ക് MLG ഒക്കെ ചെയ്യാം. നമുക്ക് മൈനിങ്ങിന് പോയി കുറച്ച് സാമാനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരണം. നമുക്ക് വീട് വെക്കാനായിട്ട് കുറച്ച് സ്റ്റോണ് ചൂടാക്കണം. ട്രേഡിങ് ഹാളും കൂടെ പെട്ടെന്ന് സെറ്റാക്കണം. നമുക്ക് സിൽക്ക് ടച്ച് കിട്ടും. അത് വെച്ച് സ്റ്റോൺ നമുക്ക് ഉണ്ടാക്കാം ഗൈസ്. എൻ്റെ വീട് കണ്ടാൽ മനസ്സിലാവും ഞാൻ എന്ത് വലിയ ഹാർഡ് വർക്ക് യൂട്യൂബറാന്ന്. അവിടെ കുറച്ച് ഗോൾഡ് ഉണ്ടല്ലോ, പക്ഷെ അതെടുക്കാൻ പോയാൽ ഞാൻ താഴെ ചാടിച്ചാവും. ഈ വെള്ളം ഇവിടെ വെച്ച് നിർത്താൻ പറ്റുമോ? ഞാൻ ശ്രമിച്ച് നോക്കട്ടെ. ഇപ്പോൾ വെള്ളം പോകുമോ? അതെ, വെള്ളം പോയി ഗൈസ്, നല്ല കാര്യം. ഇവിടെ നമുക്കും താഴോട്ട് ഇങ്ങനെ നീന്തി അങ്ങ് പോകാം. എന്ത് സ്ലോ ഇത്! ബെഡ് റോക്ക് എഡീഷൻ വല്ലതും ആണെങ്കിൽ നോക്കി നിൽക്കുമ്പോൾ ഒഴുകി താഴോട്ട് വരും. എൻ്റെ അമ്മോ, ഇവിടോട്ട് ഇറങ്ങാം. അയ്യോ, വലിയ കേവാണല്ലോ. ഇവിടെ എല്ലാം ഒന്ന് ലൈറ്റ് ചെയ്യട്ടെ. അവിടെ അയൺ അവിടെയും കുറച്ച് അയൺ ഉണ്ട്. പിന്നീട് എപ്പോഴെങ്കിലും ഡയമണ്ട് മൈനിങ്ങിന് പോകാം. രാത്രിയായെന്ന് തോന്നുന്നു. എൻ്റെ വില്ലേജിനൊക്കെ സോംബി ഉണ്ട്. പിന്നെ ഞാൻ വേറെ ആരുടെങ്കിലും വില്ലേജറിനെ കടം വാങ്ങേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് മേളിലോട്ട് കയറി ഒരു ബെഡൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഉറങ്ങി. അയ്യോ, 2000 years later. ഓക്കെ, ഇപ്പൊ കറക്റ്റായി. നമുക്ക് ഇങ്ങനെ സേഫായിട്ട് മൂടി വെച്ചേക്കാം. ഒരു ബ്ലോക്കും കൂടെ വേണമല്ലോ. ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ കയറാനും ഇറങ്ങാനും എല്ലാം ഈസി ആയിരിക്കും. ഇവിടെ ഒരു ബ്ലോക്കും ഇങ്ങോട്ട് വെച്ചാലും ഓക്കെ. ഇനി നമുക്ക് ഈസിക്ക് മേളിലോട്ട് കയറുകയോ ഇറങ്ങുകയോ എല്ലാം ചെയ്യാം. ഇതാണ് നമ്മുടെ മെയിൻ കേവിനി. ഇവിടെ ഒരു സോംബി ഉണ്ട്. ഇത് തന്നെ നോക്കി വരുന്നു. അയ്യോ, എൻ്റെ അമ്മോ, എനിക്ക് ജാവാടിക്കാൻ അങ്ങ് പിടിയില്ല. ഏത് മോൺസ്റ്റർ വന്നാലും എനിക്ക് വാർഡൻ്റെ അത്രയും വലിപ്പമാ. ഞാൻ പെട്ടെന്ന് മറന്നുപോയി ഷീൽഡ് പിടിക്കാൻ. ഇവിടോട്ടൊന്ന് ഇറങ്ങി നോക്കാം. വലിയ റിവീനാണോ? ക്ലിറ്റൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇവിടെ ഒക്കെ നമുക്ക് ലൈറ്റ് ചെയ്ത് വെക്കാം. ഇവിടെ ഒരു ക്രീപ്പർ ഉണ്ട്. ക്രീപ്പറിനെ പൊട്ടിക്കാം. ഓക്കെ, ക്രീപ്പർ പൊട്ടി. ഇവിടെ ഒരു ക്രീപ്പറും കൂടെ ഉണ്ട്, അതും പൊട്ടി. നമുക്ക് പിക്കാക്സ് ഇട്ട് അയൺ ഫുള്ളും എടുത്തേക്കാം. ഇവിടെ ഡയമണ്ട് ഉണ്ടോ? എത്രാമത്തെ കോർഡിനേറ്റ്സിലാണ് വിളിക്കുന്നത്? 26-ലാണ്. ഡയമണ്ട് കിട്ടുന്നത് -51-ലെങ്ങാണ്ടാണ്. നമ്മളിപ്പോൾ പോസിറ്റീവ് 21-ലെങ്ങാണ്ടാ. ബണ്ടിൽ നമുക്ക് ഉണ്ടാക്കണം. ഇതുണ്ടാക്കിയാൽ നമുക്ക് ഇൻവെന്ററി ഫുള്ളായാലും കുഴപ്പമില്ല. അയ്യോ, ഒരു സ്കെൽട്ടൻ വരുന്നു. ഇതെന്താണ് ഡാമേജ് എടുക്കാത്ത? അമ്മച്ചി, അവനും മണ്ടൻ ഞാനും മണ്ടൻ. രണ്ടു പേർക്കും ഉന്നമില്ല തോന്നുന്നു. നെതർ ഓഫാക്കിയെന്നു ഇങ്ങോട്ടാ പറയുന്നുണ്ട്. രാത്രിയായെന്ന് വന്ന് ഓടിച്ചെന്ന് വില്ലേജിലോട്ട് പോകാം. വില്ലേജേഴ്സൊക്കെ കഷ്ടപ്പെട്ട് സോംബിയുടെ അടിയൊക്കെ മേടിച്ചോണ്ടിരിക്കുമായിരിക്കും. നമുക്ക് ഓടി വെളിയിൽ പോകാം. നമ്മുടെ 28 ഇവിടെ ഒരു മണ്ടനുണ്ടല്ലോ. എന്നോട് വിളച്ചിലെടുക്കുന്നു. എന്നെ നിനക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഓടുന്നത്. അതിപ്പോൾ ഇങ്ങോട്ട് എന്നെ പിന്തുടർന്ന് വരും. ഇവിടെ ഇതെന്തോന്നു? ഡയമണ്ട് കേസ്, അവിടെ ഒരു ഡയമണ്ട് ഇരിക്കുന്നു. പിന്നെ നമുക്ക് എങ്ങനെങ്കിലുമൊക്കെ കൊല്ലണം. അവനും മണ്ടൻ ഞാനും മണ്ടൻ. എൻ്റെ വില്ലേജൊക്കെ ഇപ്പോൾ സോംബി വില്ലേജസ് ആയിക്കാണും. വേറെ യൂട്യൂബേഴ്സിനോട് കടം ചോദിക്കേണ്ടി വരും. അതേ ഒരുത്തം നിൽക്കുന്നു. ഇവിടെ കുറച്ച് വില്ലേജസ് ഉണ്ടായിരുന്നു. ഇമാരങ്ങ് പൂട്ടിയപ്പോരെ. ഞാൻ നിങ്ങളെ മൂടാൻ പോവാടാ. നിങ്ങൾ ഇവിടെ ഇരുന്നോണം. ഇനി പോയി നമുക്ക് ഡയമണ്ട് എടുക്കാം. 2000 years later. വേറെ വെള്ളം പോയി എടുക്കാം. ചത്ത് ഓടിക്കോ. എൻ്റെ ഐറ്റംസ് ഒക്കെ പോകാറായി. ഇവിടെ എവിടെയാണ്? ഇതിലെയാണ്. സാധനങ്ങളെല്ലാം ഉണ്ടോ? എല്ലാം ഉണ്ടല്ലോ അല്ലേ? എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. അയ്യോ, എൻ്റെ ഫുഡ് എന്ത് ചെയ്യേ?
ഫുഡ് പോയ പ്രശ്നം. എവിടെ ഫുഡ്? ആ അതേ കിടക്കുന്നുണ്ട് ഫുഡ്. അതാ കാണുന്നതാണ് ആ വലിയ കേവ്. അതല്ല, ആ ഇത് തന്നെ ഈ ഭാഗത്ത്. ആ അതാണ്ട് ഇങ്ങോട്ട് ടോർച്ചൊക്കെ ഒന്ന് വെച്ചേക്കാം. വേറെ മോബ്സ് ഒന്നും സ്പോണാകണ്ട. ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. നമുക്കിരുന്ന് അയ്യോ ഞാൻ വെള്ളം എടുക്കാൻ മറന്നുപോയി. ഓ കണ്ടിട്ട് തന്നെ എനിക്ക് പേടി വരുന്നു. ഇങ്ങോട്ട് വെള്ളം ഒഴിച്ചേക്കാം. അയ്യോ എൻ്റെ ഡയമണ്ടിന് വേണ്ടി വന്നല്ലോ. ആ അവിടുത്തെ ലാവയും കെടുത്തി. അയ്യോ നല്ല വലുതാണല്ലോ ഇത്. നമുക്കൊരു ഇറങ്ങാൻ ഒരു പാത്ത് സെറ്റ് ചെയ്യണം. 2000 years later. നമ്മുടെ ആദ്യത്തെ ഡയമണ്ട് ഇപ്പൊ മൈൻ ചെയ്യാൻ പോണ്. 1 2 3 4 5 6 ഇനിയുണ്ടോ? ഇനിയില്ല. ഇനി വേറെ ഡയമണ്ട് ഇല്ല. തീയെ പോയാൽ മതി. നമ്മളത്ര ധൃതി ഒന്നും കാണിക്കണ്ട. അതിന് ധൃതി കാണിച്ച് പോയി ചത്തതാണ് ഞാൻ. നമുക്കിനി ഒരു പിക്കാക്സ് അങ്ങനെ ഉണ്ടോ ഉണ്ടാക്കുന്നത്? ഇങ്ങനെ ഒന്നേ കുഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല, ഞാൻ 2 പിക്കാക്സ് ഉണ്ടാക്കും. അയ്യോ ഞാൻ 2 പിക്കാക്സ് ഉണ്ടാക്കി. അല്ല, ഒരു പിക്കാക്സ് നമുക്ക് ജസ്റ്റിനകത്ത് വെച്ചേക്കാം. ഈ പിക്കാക്സ് ഇനി നമുക്ക് എടുക്കാം. പൊട്ടിക്കട്ടെ. ഓ നല്ല സ്പീഡുണ്ട്. കണ്ടാ ഞാൻ ഡയമണ്ട് കണ്ടുപിടിച്ചെന്ന് നാട്ടുകാരെല്ലാം അറിയിക്കുക. നമ്മളവിടെ വെച്ചൊരു പട്ടിയെ കണ്ടില്ലായിരുന്നു? ആ പട്ടീനെ എനിക്ക് വേണം. ആ സ്കെൽട്ടനെ ഒന്നിനെയും കൊന്നിട്ട് നമുക്ക് ഒരു ഇതുപോലും കിട്ടിയില്ല. നമ്മുടെ ബോണ് നമുക്കിനി മീൻ പിടിക്കുകയാണെങ്കിൽ ബോൺ കിട്ടും. വാടാ, എനിക്ക് പിടി കിട്ടുകാടാ. സൽമൺ പച്ചക്ക് മീൻ നിന്ന് ഞാൻ അറിയാതെ. ഓ മീൻ പിടിക്കൽ ഇന്ന് നടക്കുന്നത്. നമുക്കിനി നമുക്കൊരു സ്പ്രൂസ് വുഡ് കണ്ടുപിടിക്കണം. തൽക്കാലം നമുക്കൊരു ചെറിയൊരു കുഞ്ഞിപ്പുറങ്ങാട്ടി വീട് വെക്കാം. നമ്മൾ എവിടെ വീട് വെക്കും? ഇവിടെ വീട് വെക്കണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വീട് വെക്കാം. തൽക്കാലം ചെറിയൊരു വീട്. ആ ദേഹിക്കുന്ന എങ്കോളണ്ണൻ. ഓക്കെ, നമ്മുടെ ബെഡ് ഇവിടെ സെറ്റ് ചെയ്തു. ഇപ്പോൾ ഈ വീഡിയോ ഇത്ര ഉള്ളൂ. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ നമ്മൾ റോഡ് ടു 1K ആണ്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. എനിക്ക് ഉപകാരമായേനെ. അപ്പോൾ ബൈ.